ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്കും ഹിൽ പാലസ് എസ്ഐ രേഷ്മയ്ക്കുമെതിരായ നടി അൻസിബ ഹസന്റെ പരാതിയിൽ കേസെടുക്കില്ല. പരാതിയിൽ കഴമ്പില്ലെന്ന് തൃക്കാക്കര ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ അറിയിച്ചു. അൻസിബയ്ക്ക് പിന്നിൽ മതവർഗീയവാദികൾ എന്ന് ലക്ഷ്മിപ്രിയയുടെ ആരോപണം. നടി ലക്ഷ്മിപ്രിയ നൽകിയ വ്യാജ പരാതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മയ്ക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ് തൃപ്പൂണിത്തുറ ACP കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. SI രേഷ്മ മോശമായി പെരുമാറിയിട്ടില്ലെന്നും കേസെടുക്കാനാകില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ പറഞ്ഞു. ലക്ഷ്മിപ്രിയയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവും SI രേഷ്മയും ഉൾപ്പെടെ 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ ഇന്ററോഗേറ്റ് ചെയ്യായിരുന്നു SI രേഷ്മയുടെ മുറിയിൽ വെച്ചിട്ട്. എന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തതിന് പോലീസുകാർക്ക് തെറ്റൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ കോടതിയിൽ പോകും. പിന്നാലെ അൻസിബയ്ക്ക് പിന്നിൽ മതവർഗീയവാദികളുണ്ട് എന്ന ഗുരുതര ആരോപണവുമായി ലക്ഷ്മിപ്രിയ രംഗത്തെത്തി. അൻസിബയ്ക്കെതിരെ 10 കോടി രൂപ മാനനഷ്ട കേസ് നൽകുമെന്നും ലക്ഷ്മിപ്രിയ. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ലക്ഷ്മിപ്രിയ ഇല്ലാത്ത കാര്യം പറയുകയാണെന്നും തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമമെന്നും അൻസിബയുടെ മറുപടി. BJP-ന്നോ CPM-ന്നോ കോൺഗ്രസ്-ന്നോ അങ്ങനെ ഒരു പാർട്ടിയുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെളിവെങ്കിലും അവർ കാണിക്കട്ടെ. എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അടുത്തത് വീണ്ടും എന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ വർഗീയപരമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം പോകുന്നത്. കേസെടുക്കാനാവില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.